അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു വ നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വ മിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളിൽ റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്ന അതിശക്തമായ മഴ കാരണം നമ്മുടെ ചുറ്റുമുള്ള പല പ്രദേശങ്ങളിലും അനേകം ആളുകൾ വലിയ പ്രയാസങ്ങളിലും വലിയ കഷ്ടപ്പാടിലുമാണ് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. കേരളത്തിൽ മഴ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും വെള്ളം കയറി, വീട് വെള്ളം കയറി, സ്ഥാപനങ്ങളെല്ലാം മതിലുകൾ തകർന്നു, കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു വീണു, മരങ്ങൾ പലതും കടപുഴകി വീഴുന്നു. മഴക്കെടുതികളിൽ പെട്ട് അനേകം ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, മരണം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ജനജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊക്കെ അനുഭവിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രകൃതിയുടെ ഓരോ മാറ്റവും
രാവുണ്ടാകുന്നു, പകലുണ്ടാകുന്നു, അതുപോലെ കാറ്റുണ്ടാകുന്നു, മഴയുണ്ടാകുന്നു, വെയിലുണ്ടാകുന്നു. ഇവയൊക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. റബ്ബിൻ്റെ ഹിക്മത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെയും ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ പ്രകടമാകുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം. മഴ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്തിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ചിലപ്പോൾ ആ റഹ്മത്തായി പെയ്യുന്ന മഴ ഒരു മുന്നറിയിപ്പായി, ഒരു പരീക്ഷണമായി, ചിലപ്പോൾ അതൊരു ശിക്ഷയായി ഒക്കെ ഭവിച്ചതായി പരിശുദ്ധ ഖുർആൻ പരിശോധിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് മഴയും അതുകൊണ്ടാകുന്ന പ്രളയവും അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വിശ്വാസികൾ എടുക്കേണ്ട നിലപാടും അതുപോലെ തന്നെ ഗൗരവമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മഴ എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ടതാണ്, കാരുണ്യമാണ്. അതോടൊപ്പം ചില സന്ദർഭങ്ങളിൽ അതൊരു പരീക്ഷണം കൂടിയാണ്. മഴ അനുഗ്രഹമാണെന്ന് പറയാൻ കാരണം ഖുർആനിൽ മഴയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ പരിശോധിച്ചാൽ ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കി എന്ന് പറയുന്ന ആയത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള മഴയെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, സൂറത്തുൽ ലുഖ്മാനിൻ്റെ 34-ാമത്തെ വചനം അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഹ. അദൃശ്യമൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, അത് മറ്റാർക്കും അറിയാൻ കഴിയില്ല. അദൃശ്യജ്ഞാനം റബ്ബിൻ്റെ പക്കലുള്ളതാണ്. എന്നിട്ട് അള്ളാഹു അതിന് ഉദാഹരണങ്ങൾ പറയാണ്, 5ഓളം കാര്യങ്ങൾ പറയുന്നു. യുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സും മാദാ തുക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. അള്ളാഹു പറയുകയാണ്, മഴ അതെപ്പം പെയ്യും, ഏത് തോതിൽ പെയ്യും, എവിടെ കെട്ടി നിൽക്കും, എവിടുന്ന് അതിനെ ഒഴുക്കിക്കൊണ്ടുപോകും, എല്ലാത്തിനും കഴിവുള്ള അള്ളാഹ്ക്ക് മാത്രമേ അത് അറിയുള്ളൂ. വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ച് അള്ളാഹ്ക്കേ അറിയുള്ളൂ. വമാ തദ്രി നഫ്സുൻ മാദാ തുക്സിബു, നാളെ എന്ത് പ്രവർത്തിക്കും, നാളെ ഈ നാടിന് എന്തു പറ്റും, നാളെയുടെ കാര്യം എന്താണ്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. നീ എവിടെ വെച്ച് മരിക്കുമെന്നുള്ളത് നിനക്കറിയാൻ കഴിയില്ല. എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുത്താലും നാളെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഗൈബിയായ അദൃശ്യപരമായ കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത്. എന്നിട്ട് അള്ളാഹു ആ ആയത്തിൽ മഴ എന്നതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഗൈസ് എന്ന പദമാണ് അറബിയിൽ. അതുപോലെ തന്നെ മറ്റൊരു പദമുണ്ട്, അതെന്താണ്? അള്ളാഹു ഖുർആൻ പറഞ്ഞു, അൻസൽനാ മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് വെള്ളത്തെ ചൊരിഞ്ഞു നൽകി. അവിടെ മഴയെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താണ്? മാ എന്ന പദമാണ്. ഫഅസ്കന്നാഹു ഫിൽ അർളി, അത് ഭൂമിയിൽ അള്ളാഹു തങ്ങി നിർത്തി. വ ഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അത് അവിടുന്ന് ഒഴുക്കിക്കൊണ്ടുപോകാൻ അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് എന്നുള്ള ഖുർആനിലൂടെ പറയാണ്. സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തിലും അള്ളാഹു പറഞ്ഞ മഴയെക്കുറിച്ച് പറഞ്ഞ രണ്ട് വാക്കുകൾ ഓയിസും അതുപോലെ തന്നെ മാഉം എന്ന പദം, ഇത് ഏതു മഴയെക്കുറിച്ചാണ്? മഴയില്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന, പ്രയാസത്തിലകപ്പെട്ടവരുടെ അവരെ രക്ഷിക്കുന്ന, അവരാഗ്രഹിക്കുന്ന മഴ, അതാണ് ഈ പറഞ്ഞ മഴ എന്ന് പറയുന്നത്. വരണ്ട് കിടക്കുന്ന ഭൂമിയെ മഴ പെയ്ത് നിർജീവമായി കിടന്ന ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുന്ന മഴ, അതാണ് ഈ പറഞ്ഞത്. നിരാശരായ ആളുകളുടെ ഹൃദയങ്ങളിൽ പ്രതീക്ഷകളുടെ നാമ്പുകൾ വിത്തുമുളയ്ക്കുന്ന മഴയാണ് ഈ പറഞ്ഞ മഴ. കർഷകൻ്റെ കണ്ണീരുകൾക്ക് സന്തോഷം നൽകുന്ന മഴയാണത്. വറ്റിവരണ്ട കിണറുകളിൽ വെള്ളം നിറയുന്ന മഴയാണത്. അതേവരും ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ റഹ്മത്തിൽപ്പെട്ട കാരുണ്യമായ മഴ, ഇതാണ് ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് മഴയെ, എന്തു പ്രശ്നമുണ്ടായാലും മഴയെ കാലത്തെ കുറ്റം പറയുന്ന ചില ആളുകൾ അങ്ങനെയാണ്. ചൂടുണ്ടാകുമ്പോൾ പറയും, എന്തോരു ചൂടാണ്, മഴയില്ലല്ലോ എന്ന് പറയും, പരാതിപ്പെടും. അള്ളാഹിനോട് പ്രാർത്ഥിക്കുകയല്ല, അതിങ്ങനെ ശപിക്കുന്നൊരവസ്ഥ, കാലത്തെ ശപിക്കും. ഇനി നല്ല മഴ പെയ്താലോ അപ്പോൾ പറയും, എന്തോ ഒരു മഴയാണ്, നാശം പിടിച്ച മഴ എന്ന് പറഞ്ഞിട്ട് അതിനെ ശപിക്കും. വിശ്വാസി അങ്ങനെയല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ മഴയെ അവൻ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്.
ഇനി രണ്ടാമത്തൊരു മഴ അല്ലാഹു ഖുർആനിൽ പറയുന്നത് എവിടെയാണ്? സൂറത്തു ശൂറായിലും സൂറത്തുൽ അഅറാഫിലുമൊക്കെ നമുക്ക് കാണാം. വഅംതർനാ അലൈഹിം മതറൻ. മത്തർ എന്ന പദമാണ് അവിടെ മഴയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് മത്തർ എന്ന് പറഞ്ഞാൽ? ഫസാഅ മത്റുൽ മുൻദരീൻ. അതൊരു പ്രത്യേകതരം മഴയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. താക്കീത് നൽകപ്പെടുന്നവർക്ക് ശിക്ഷയായി അള്ളാഹു അവതരിപ്പിച്ച മുന്നറിയിപ്പായി നൽകിയ മഴയാണത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫഅംതർനാ അലൈഹിം മതറൻ ഫൻളുർ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ആ കുറ്റവാളികളുടെ പര്യവസാനം ആ മഴ കാരണം അല്ലെങ്കിൽ ആ ജലപ്രളയം കാരണം സംഭവിച്ചതിനെ നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് അള്ളാഹ് ചോദിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഖുർആനിൽ നോക്കിയാൽ കാണാം. സൂറത്തു സബ, അതിൻ്റെ ആ സൂറത്തു സബയിൻ്റെ 15 മുതലുള്ള ആയത്തുകളിൽ വ്യക്തമായി ആ ചരിത്രം നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. യമനിലെ ഒരു പ്രദേശമായ സബ എന്ന് പറയുന്ന ആ നാട്ടിൽ സമൃദ്ധമായ തോട്ടങ്ങളും അണക്കെട്ടുകളും സുഖജീവിതം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി അള്ളാഹു നൽകുകയാണ്. 2 സൈഡിലും സമൃദ്ധമായ തോട്ടം, എല്ലാ ഫലപുഷ്ടിയോടുകൂടി പഴങ്ങളും അതുപോലെ ഇടതൂർന്ന് നിൽക്കുന്ന തോട്ടങ്ങളുമൊക്കെയുള്ള അനുഗ്രഹപൂർണമായ ഒരു ജീവിതം നയിച്ചുപോയ ഒരു സമൂഹം. അതാണ് സബഇനെ കുറിച്ച് ഖുർആൻ പറയുന്നത്. പക്ഷേ അള്ളാഹു നൽകിയ അനുഗ്രഹത്തെ അവർ നന്ദികേട് കാണിച്ചു, അള്ളാഹിനോട് ശുക്ർ ചെയ്തില്ല. അള്ളാഹു എന്തു ചെയ്തു? അവിടുത്തെ അണക്കെട്ട് തകർത്തുകൊണ്ട് വലിയ ഒരു പ്രളയത്തിലൂടെ ആ നാടിനെ നശിപ്പിച്ച കഥ ഖുർആൻ പറയുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ നമുക്കറിയാം, നൂഹ് നബി അലൈഹി സ്വലാമയുടെ കാലത്ത് നൂഹ് നബി അലൈഹി സ്വലാം നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക പ്രബോധനവുമായി വന്നപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായ നൂഹ് നബി അലൈഹി സ്വലാമിനെ എതിർക്കുകയും ആക്രമിക്കുകയും ചെയ്ത സമൂഹത്തെ അള്ളാഹു വലിയ ഒരു ജലപ്രളയത്തിലൂടെ ആ സമൂഹത്തെ മുക്കി നശിപ്പിച്ചത് ഖുർആൻ സൂറത്ത് നൂഹിലും മറ്റു പല വചനങ്ങളിലുമായി നമുക്ക് വായിക്കാൻ കഴിയും. വീണ്ടും നോക്കൂ നിങ്ങൾ, ഫിർഔന്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ധിക്കാരിയായ മൂസാ നബി അലൈഹി സ്വലാമിനെ ശക്തമായി എതിർത്തുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ച ഫിർഔനിൻ്റെ പ്രവർത്തനങ്ങൾ അതിരുകടന്നപ്പോൾ ഫിർഔനിൻ്റെയും അവൻ്റെ സൈന്യത്തെയും അള്ളാഹു വെള്ളത്തിൽ അഥവാ സമുദ്രത്തിൽ മുക്കിക്കൊന്നത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്കൊക്കെ അതൊരു ശിക്ഷയായി ഭവിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ മഴയെ, അള്ളാഹു നൽകുന്ന വെള്ളമെന്ന അനുഗ്രഹത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ജീവൻ്റെ നിദാനം അത് വെള്ളമാണ്. ഖുർആൻ തന്നെ അത് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹയ്യ. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും അള്ളാഹു സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെള്ളത്തിൽ നിന്നാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഭക്ഷണത്തിൻ്റെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? രാവിലെ നമ്മൾ കഴിക്കും, ഉച്ചക്ക് കഴിക്കും, അല്ലെ ഭക്ഷണം വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും. മഴയില്ലെങ്കിൽ ഈ ഭക്ഷണം എങ്ങനെ ഉണ്ടാകും? അല്ലെ, ഖുർആൻ തന്നെ അള്ളാഹു നമ്മുടെ ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മളെ അതിലേക്ക് ക്ഷണിക്കുന്നു. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമിഹി. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നിങ്ങൾ നോക്കൂ. അള്ളാഹ് നമ്മളോട് ഓരോരുത്തരോടും പറയാൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് നോക്കൂ. അന്നാ സബബനൽ മാഅ സബ്ബ. ആകാശത്തുനിന്ന് ശക്തമായ വെള്ളം അള്ളാഹു കോരിച്ചൊരിഞ്ഞ് നൽകി. സുമ്മ ശക്കക്കിനൽ അർള ശക്ക. അല്ലെ, വരണ്ട് കിടക്കുന്ന ഭൂമിയെ പിളർത്തി. വൻബത്തിനാ ഫീഹാ ഹബ്ബ. എന്നിട്ട് ധാന്യങ്ങളും മുളകളുമൊക്കെ അവിടെ ഇങ്ങനെ വളർന്നു വന്നു. വഅനബൻ വഖളബ വസൈതൂനം വനഖല. ഒലീവും ഈത്തപ്പഴവും പച്ചക്കറികളും അതുപോലെ തന്നെ അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വളർന്നു വന്നു. ഹദായിക ഉൽബ. ഇടതൂർന്ന തോട്ടങ്ങളുണ്ടായി. വഫാക്കിഹത്തം വഅബ്ബ. പുല്ലുകളും പഴവർഗ്ഗങ്ങളും ഉണ്ടായി. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, മതാഅൻ ലക്കും വലിഅൻആമിക്കും. നിങ്ങൾക്ക് ഭക്ഷിക്കുവാനും നിങ്ങളുടെ കന്നുകാലികൾക്ക്, മൃഗങ്ങൾക്ക് ഭക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് അള്ളാഹു നൽകിയ റഹ്മത്ത്, ആ മഴയിൽ നിന്നുണ്ടായ അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്ന് ഖുർആൻ പറയാണ്. മഴ ലഭിക്കാതിരുന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്രമം തന്നെ തെറ്റിപ്പോകും. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെ പിന്നെ മഴയെ കുറ്റം പറയാൻ കഴിയും? ഇല്ലേ, ആ മഴയില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ക്രമം തന്നെ താളം തെറ്റിപ്പോകും. ഇല്ലേ, അവന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻഫാലിൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട് മഴ പെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ഹൃദയം ശുദ്ധീകരിക്കാനും പൈശാചികതയിൽ നിന്ന് അവരെ രക്ഷിക്കാനുമൊക്കെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ആ മഴ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. കൃഷികളൊക്കെ ഉണങ്ങിപ്പോകും, ഭക്ഷണമില്ലാതെയാകും, കുടിവെള്ളം ലഭിക്കാതെ മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങും. ഇവിടെ എന്തെല്ലാം പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹു അതിനുശേഷം ഇതൊക്കെ നൽകിയ റബ്ബ് പറയാണ്, ഇതൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്. ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം,
ഇതൊക്കെ എന്തിനാണ് അല്ലാഹ് നൽകിയത്? ഈ മഴയും ഈ ഭക്ഷണവും ഈ ജീവിതക്രമങ്ങളും ഇവിടുത്തെ ഈ പ്രക്രിയകളുമെല്ലാം അള്ളാഹു സംവിധാനിച്ചത് ഒരു യാഥാർത്ഥ്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അകന്നുപോയി എന്നതാണ് സത്യം. എന്താണ് അല്ലാഹ് പറഞ്ഞത്? യാ അയ്യുഹന്നാസേ, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ആരാധിക്കാൻ, ഈ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത്. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ മെത്തയാക്കി, വസ്സമാഅ ബിനാഅ, ആകാശത്ത് അള്ളാഹു നിങ്ങൾക്ക് മേൽപ്പുരയാക്കി, വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്ത് നിന്ന് അതിനുശേഷം മഴ ചൊരിഞ്ഞു തന്നു, വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള റിസ്ഖുകൾ, നിങ്ങൾക്കുള്ള ഭക്ഷണങ്ങൾ, നിങ്ങൾക്കുള്ള പഴങ്ങൾ, ഇതെല്ലാം അതിൽ നിന്ന് മുളച്ചു വന്നു. എന്നിട്ട് അല്ലാഹ് പറയണ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പങ്കു ചേർക്കരുത്. ഇതിലൊന്നും ആർക്കും പങ്കില്ല. ഒരു ശൈഖിനുമില്ല, ഒരു തങ്ങൾക്കുമില്ല, ഒരു ബീവിക്കുമില്ല, ഒരു വിഗ്രഹങ്ങൾക്കുമില്ല, ഒരു മനുഷ്യനുണ്ടാക്കിയ ഒരു ദൈവങ്ങൾക്കുമില്ല. ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു, അവന് മാത്രം കഴിയുന്ന കാര്യമാണ് ആകാശത്തു നിന്ന് മഴ ചൊരിഞ്ഞു തരിക. മനുഷ്യന് സാധിക്കുമോ? അതുപോലെ കൃത്യമായ തോതനുസരിച്ച് ഈ ശുദ്ധമായ വെള്ളം എത്ര നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയും? വെള്ളം ഈ കോടാനകോടി മനുഷ്യർക്ക് ഉപയോഗ രൂപത്തിൽ അള്ളാഹു വ്യത്യസ്തമായ ഭാഗങ്ങളിൽ മഴ വർഷിപ്പിക്കുന്നതിൻ്റെ അത്ഭുതം ഖുർആൻ വ്യക്തമായി ശ്രദ്ധ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, അതെന്തിനു വേണ്ടിയാണ്? അള്ളാഹ് പറഞ്ഞു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ ആരാധിക്കാൻ. മുസ്ലിം സമൂഹം പോലും ഇന്ന് ആ വിഷയത്തിൽ അതിര് കടന്നു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്നു. ഇത് ഗൗരവകരമായൊരു വിഷയമാണ്. മഴയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ അവർ സൂക്ഷിക്കണം. മഴയെ ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല സഹോദരങ്ങളെ. സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ പറയും, മോശമായ രൂപത്തിൽ പ്രതികരിക്കും. റസൂലുള്ളാഹി അതിനെ വിരോധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു യുനസ്സിലുല്ലാഹുൽ ഗൈസ, അള്ളാഹു മഴ വർഷിപ്പിക്കുമ്പോൾ ഫയഖൂലുൽ കൗകബു ഖദാ വ ഖദാ, ചില ആളുകൾ പറയും ഇത് ഇന്ന നക്ഷത്രം കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയുടെ ദിവസം ശക്തമായ മഴ ചൊരിഞ്ഞു കിട്ടിയ അനുഗ്രഹം ഏറ്റുവാങ്ങി അന്നത്തെ സുബൈ നമസ്കാര ശേഷം റസൂലുള്ളാഹി സഹാബത്തിൻ്റെ മുകളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. സെയ്ദ് ബിൻ ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു നമുക്കത് വ്യക്തമാക്കി തരുന്നു. അവിടുന്ന് പ്രവാചകൻ പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വ കാഫിറുൻ, ഇല്ലേ, ഇത് ഇന്ന നക്ഷത്രങ്ങൾ കൊണ്ടാണ്, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണെന്ന് പറഞ്ഞവർ അവർ മുഅ്മിനീങ്ങളാണ്. അല്ലാത്ത രൂപത്തിലുള്ള വിശ്വാസങ്ങൾ ഒരു മുവഹിദിൻ്റെ മനസ്സിൽ ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ കാഫിറുൻ, അവൻ കാഫിറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇല്ലേ, ഏതെങ്കിലും പ്രളയവും പ്രയാസവും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മഴയെ കുറ്റം പറയുകയല്ല വേണ്ടത്. മറിച്ച് നിങ്ങൾ നോക്കൂ, മഴയുമായി ബന്ധപ്പെട്ട അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച പ്രാർത്ഥനകൾ നമ്മൾ പരിശോധിക്കണം. ഇത് ആർക്ക് ചെയ്യാനാണ് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചത്? അന്നേരം ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസവും വരുമ്പോൾ പലരും അള്ളാഹുലേക്ക് തിരിയും. അള്ളാഹു പഠിപ്പിച്ച ഓരോ പ്രാർത്ഥനകളും നിങ്ങൾ നോക്കൂ. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസാ മരിഅൻ മുരിഅൻ നാഫിയൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. മഴയില്ലാതെ വരണ്ടു നിൽക്കുമ്പോൾ അള്ളാഹുവേ ഉപകാരപ്രദമായ മഴയെ തരണേന്നാണ്. ഉപദ്രവകരമാകരുത് മഴ. ആ പ്രാർത്ഥനയിൽ അതുണ്ട്. അത് നമ്മൾ എത്ര ആളുകൾ നിർവഹിക്കുന്നുണ്ട്? നമ്മൾ ആലോചിക്കൂ സുഹൃത്തുക്കളെ. ഉപകാരമല്ലാത്ത മഴയെ, നാഫിൻ ഗൈറ ളാരിൻ, ഉപദ്രവകരമായ മഴയെ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകരുതേ എന്നൊരു വിശ്വാസി പ്രാർത്ഥിക്കണം. ആജിലിൻ ഗൈറ ആജിലിൽ, വളരെ വേഗം നൽകണമേ, കാലതാമസമില്ലാതെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിആ, ഇതൊരു വിശ്വാസിയുടെ പ്രാർത്ഥനയാണ്. അല്ലാഹുവേ പ്രയോജനപ്രദമായ മഴയെ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ. വെള്ളപ്പൊക്കമോ ഉരുൾപൊട്ടലോ ഇല്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത മഴയെ നീ ഞങ്ങൾക്ക് നൽകണേ. ഇതാണ് പ്രാർത്ഥന. മഴ ലഭിച്ചാലോ മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലും കാരുണ്യത്തിലും മഴ ലഭിച്ചു എന്ന് പറയണം. ഇതൊക്കെ ഒരു വിശ്വാസിയോട് അള്ളാഹു പറഞ്ഞതാണ്. നമ്മുടെ നാടൊക്കെ വല്ലാത്ത പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, മഴ അമിതമാകുമ്പോൾ പ്രാർത്ഥിക്കാൻ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആഖാമി വൽളിറാബ് വബുതൂനിൽ ഔദിയ വമനാബത്തിശ് ശജർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവേ ഈ മഴ ഞങ്ങളുടെ ചുറ്റുഭാഗങ്ങളിലേക്ക് അയക്കണമേ.
ഞങ്ങളുടെ മേൽ ഇത് നാശകരമായി ഭവിക്കരുതേ. അള്ളാഹുവിനോട് തേടുകയാണ്. മലമുകളിലും അതുപോലെ തന്നെ മരങ്ങളുടെ വേരുകളിലേക്കും താഴ്വരകളിലേക്കും ഇതിനെ മാറ്റണമേ. ജനങ്ങൾ വസിക്കുന്ന ഇടങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന രൂപത്തിൽ, പ്രളയമുണ്ടാകുന്ന രൂപത്തിൽ, പ്രയാസകരമാകുന്ന അവസ്ഥയിൽ മാറ്റരുതേ. ഇതൊരു വിശ്വാസി പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടേണ്ട പ്രാർത്ഥനയാണ്. സഹോദരങ്ങളെ, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പല ദുരന്തങ്ങളുടെയും പിന്നിൽ ചില മനുഷ്യകരങ്ങളുടെ പ്രവർത്തനങ്ങൾ ഉണ്ട്. മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്നൊരവസ്ഥയാണ്. എങ്ങനെയും സമ്പാദിക്കണം, എങ്ങനെയും സുഖമായി ജീവിക്കണം, നാളേക്ക് കരുതി വെക്കുക എന്ന ഒരു രീതിയൊന്നുമില്ല. ആർത്തിമൂത്ത് മനുഷ്യൻ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, പാറ പൊട്ടിക്കുക, അതുപോലെ വെള്ളത്തെ ചൂഷണം ചെയ്യുക, അതുപോലെ മനുഷ്യൻ്റെ കൈകടത്തലുകൾ പലയിടങ്ങളിലും ഭവിക്കുന്നത് വലിയ അപകടമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളെ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മദീനയിൽ ഒരു ഭൂകമ്പമുണ്ടായി. ആ ഭൂകമ്പമുണ്ടായപ്പോൾ അവിടുന്ന് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ കാനത്ത് ഹാദിഹി സൽസലതു ഇല്ലാ അൻ ഷൈഇൻ ഹദസ്തുമുഹു വല്ലദീ നഫ്സി ബിയദിഹി ലൈൻ ആദത് ലാ ഉസാകിനുകും ഫിഹാ അബദാ. നിങ്ങളുടെ കരങ്ങൾ പലതും പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇത് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇത് ഇനി ആവർത്തിച്ചാൽ ഞാൻ നിങ്ങളോടൊപ്പം താമസിക്കുകയില്ല എന്ന മുന്നറിയിപ്പ് നൽകിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്. എന്തായത്തെന്നറിയോ? അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ. അല്ലാഹ് പറയണം, അവലാ യറൗന, അവർ കാണുന്നില്ലേ, അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മറത്തൻ ഔ മറത്തൈൻ, വർഷത്തിൽ 1-2 തവണയൊക്കെ അവരെ അള്ളാഹു പരീക്ഷിക്കുന്നു, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ. തുമ്മലാ യതൂബൂന, എന്നിട്ടും അവർ പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല. വലാഹും യദ്ദഖറൂൻ, എന്നിട്ടും അവർ ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. നമ്മുടെ നാടുകളിൽ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, വർഷങ്ങളിൽ പല നിലക്കുള്ള പ്രകൃതി ദുരന്തങ്ങളായി, അതുപോലെ തന്നെ മാറാ രോഗങ്ങളായി പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അടിക്കടിയായി മുമ്പ് കാലത്തില്ലാത്തതുപോലെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്രയോ ആളുകൾ അതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നു. എല്ലാം നഷ്ടപ്പെട്ടു പോയ വിഭാഗം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. വീട് നഷ്ടപ്പെട്ടു, വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ നഷ്ടപ്പെട്ടു, കടകളിലൊക്കെ വെള്ളം കയറി വല്ലാത്ത പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് സൂചിപ്പിക്കാനുള്ളത്, സർക്കാരൊക്കെ നൽകുന്ന മുന്നറിയിപ്പുകളെ സൂക്ഷിക്കണം. സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത് എന്തിനാണ്? ആ അവധി ആഘോഷിക്കാനല്ല. ദുരന്തം ആഘോഷിക്കുന്നവരുണ്ട് ഇതിൻ്റെ ഇടയിൽ. അതാണ് ഏറ്റവും പ്രയാസകരമായ അവസ്ഥ. കുട്ടികളിങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഇതുപോലെ വെള്ളക്കെട്ടിലൊക്കെ വീണ് അപകടം ഉണ്ടാകാതിരിക്കാനാണ്. ഈ അവധി ആഘോഷിച്ചുകൊണ്ട് മീൻ പിടിക്കാനും നീന്തലറിയാത്തവർ അതുപോലെയുള്ള വെള്ളക്കെട്ടുകളിൽ ചാടി നീന്താനും ഒക്കെ ആ നിലക്ക് കുറേ കാര്യങ്ങൾ കാണുന്നു. അതൊക്കെ അപകടകരമായ കാര്യമാണ്. ദുരന്തങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയകളുടെ കാഴ്ചകളായി മാറുകയാണ്. ഒരാളുടെ വീടിണിഞ്ഞാൽ അവിടെ അത് ലൈവിടാൻ കുറേ ആളുകൾ, അതിൽ കൊണ്ട് TRP കൂട്ടാനും അതുപോലെ സബ്സ്ക്രൈബിനെ കൂട്ടാനും അതുകൊണ്ട് പണം ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ആളുകളും സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വണ്ടി വെള്ളത്തിലൊഴുകിപ്പോയാൽ അവിടെ പരിഹാസങ്ങളും ചിരികളുമാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ട ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പ്രത്യേകമായി ദുരന്തങ്ങൾ നേരിടുമ്പോൾ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ എന്തു പറയുമ്പോഴും എന്തു വാർത്ത പങ്കുവെക്കുമ്പോഴും വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ കൃത്യമായി അതിൻ്റെ സ്രോതസ്സുകൾ അന്വേഷിക്കണം. ഒരു ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അത് ആരുടേതാണോ അയാളുടെ അനുവാദമുണ്ടാകണം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഒരു വിശ്വാസി ആ നിലക്കെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ജീവിത സാഹചര്യങ്ങൾ പ്രയാസപ്പെടുന്നവരോടൊപ്പം നിൽക്കാൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് കഴിയണം. ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ക്ഷമ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല പ്രയാസങ്ങൾ പലരും അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, നിങ്ങളെ അള്ളാഹ് പരീക്ഷിക്കും. എന്തുകൊണ്ട്? ഖൗഫ് കൊണ്ട് പരീക്ഷിക്കും, ജൂഅ കൊണ്ട് പരീക്ഷിക്കും. അതുപോലെ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം, ഇതെല്ലാം ഉണ്ടായി. ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കുകയാണ് പല ആളുകളുടെയും ജീവിതത്തിൽ. എന്താ ഖുർആൻ പറഞ്ഞത്? വബശ്ശിരി സ്വാബിരീൻ, ക്ഷമ അവലംബിക്കൂ. അങ്ങനെയാണെങ്കിൽ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിക്കും വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യവും സന്മാർഗദർശനവും അവർക്കുണ്ടാകും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ചിലരുടെ മുവഹിദുകളുടെ മരണം ആ നിലക്ക് അള്ളാഹു ഷഹീദാക്കാനുള്ള ചില സംവിധാനിക്കും ഈ ലോകത്ത്. അത് അള്ളാഹുവിൻ്റെ ഖുദ്റത്തും റബ്ബിൻ്റെ ഹിക്മത്തുമാണ്. അങ്ങനെയാണ് വിശ്വാസികൾ അതിനെ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം സഹോദരങ്ങളെ, ഓരോ കാര്യങ്ങളും നമുക്ക് മുന്നറിയിപ്പാണ്. കഴിഞ്ഞ പ്രളയമുണ്ടായപ്പോൾ കുറേ കാര്യങ്ങളിൽ മുന്നൊരുക്കമുണ്ടാകാൻ നമുക്ക് ആ ബോധ്യം നൽകിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും ഇപ്പോൾ ഒരു പകർച്ചവ്യാധി ഉണ്ടായാൽ അതുണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ നിലക്കുള്ള മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തണം. എന്നതുപോലെ തന്നെ റബ്ബിലേക്ക് മടങ്ങാൻ അത് നമുക്ക് സാധിക്കണം, അള്ളാഹുവിലേക്ക് മടങ്ങാൻ സാധിക്കണം. ഖുർആൻ പറഞ്ഞത് എന്താണ്? ലഅല്ലക്കും തതളറഊൻ. അവർ അള്ളാഹുവിലേക്ക് കേണു ചെല്ലാൻ വേണ്ടി, വിനീതരാകാൻ വേണ്ടിയാണ് അവർക്ക് പല പരീക്ഷണങ്ങളും നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ നടക്കുമ്പോൾ ചില ആളുകൾ പറയും ഇത് അള്ളാഹിൻ്റെ ശിക്ഷയാണെന്ന്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇത് ശിക്ഷയാണെന്ന് നമുക്കെങ്ങനെ അറിയാം? ഒരുപക്ഷെ ശിക്ഷയാവാം, അള്ളാഹുവിൻ്റെ പരീക്ഷണമാകാം, അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാകാം. ഇതറിയണമെങ്കിൽ വഹി ഉണ്ടാകണം. വഹി നമുക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ശിക്ഷയാണെന്നൊക്കെ ചില ആളുകൾ വിധി എഴുതുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഖിയാമത്ത് നാളിൻ്റെ അടയാളമായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഹദീസുകളിൽ ഉണ്ടല്ലോ. അതാകാം. ഏത് രൂപത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളുടെ നിസാരത മനസ്സിലാക്കുകയും, മനുഷ്യൻ ലഈഫാണ്, അവൻ ദുർബലനാണ്, അവൻ ഇതിൻ്റെ മുന്നിൽ അള്ളാഹു നൽകുന്ന ഇത്തരം പരീക്ഷണങ്ങളുടെ മുന്നിൽ ഏത് അഹങ്കരിക്കുന്നവനാണെങ്കിലും, എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉയർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കുന്നവനാണെങ്കിലും അവനും ദുർബലനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന, ഇതിനെ തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷങ്ങളാണ്, ഈ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള ഓർമ്മപ്പെടുത്തലായി നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ കാറ്റടിക്കുമ്പോൾ, ശക്തമായ കാറ്റടിക്കുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അള്ളാഹുവെ അതിൻ്റെ ഖൈറിനെ നൽകണേ, ഇതിൻ്റെ ഷെറിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. പ്രവാചകൻ്റെ മുഖം വല്ലാതെ മാറും, നിറവ്യത്യാസമുണ്ടാകും. പ്രവാചകൻ വീട്ടിൻ്റെ പുറത്തുനിന്ന് അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമെന്നാണ്. ഇതൊരു ശിക്ഷയുടെ മുന്നറിയിപ്പാണോ എന്നറിയില്ല എന്ന് ബേജാറായി. എനിക്കറിയില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് രോഗങ്ങൾക്ക് പ്രതിവിധി കാണുന്നത് പോലെ തന്നെ മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. ഇനിയും ഇതുപോലെയുള്ള മണ്ണിടിച്ചിലുകളൊക്കെ ഉണ്ടാകാതിരിക്കുവാനുള്ള ശക്തമായ പ്രതിരോധങ്ങൾ തീർക്കാൻ സർക്കാരുകൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇരുമ്പ് കട്ടികൾ കൊണ്ട് മലയിടുക്കുകൾ തൂർത്ത് അതിലേക്ക് ഇരുമ്പ് ഉരുക്കി ഒഴിച്ചുകൊണ്ട് ഒരു സമൂഹത്തെ സംരക്ഷിച്ച, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് മനുഷ്യന് പ്രതിരോധങ്ങൾ തീർത്ത ദുൽഖർനൈൻ ഈ വിഷയത്തിൽ നമുക്ക് മാതൃകയായി ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നാടിൻ്റെ ജനങ്ങളുടെ, ആളുകളുടെ സമഗ്രമായ സുരക്ഷയ്ക്കും പുരോഗതിക്കും വേണ്ടി അത്തരം ദീർഘവീക്ഷണമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മഴ പെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഉമ്മമാർ പറയും പുറത്തുള്ള വസ്ത്രങ്ങളെടുത്ത് അകത്തേക്ക് വെക്കൂ. അതോടുകൂടി തന്നെ അങ്ങനെ നമ്മൾ സുരക്ഷ എടുക്കാറുണ്ട്. കുട്ടികൾ പുറത്താണെങ്കിൽ അകത്തേക്ക് കയറൂ, നമ്മൾ പുറത്താണെങ്കിൽ നമ്മുടെ വാഹനങ്ങൾ സുരക്ഷമായ ഇടങ്ങളിലേക്ക് കൊണ്ടുവരൂ എന്നൊക്കെ പറയാറുണ്ട്. സഹോദരങ്ങളെ, അതിനു മുമ്പ് നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിലേക്കുള്ള പ്രാർത്ഥന ഉയരണം. ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഒരു ദുരന്തം വരുമ്പോഴല്ല, അതിനു മുന്നേ തന്നെ ആ പ്രാർത്ഥനകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരണം. നമ്മുടെ കുട്ടികളെ ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. മക്കളെ, മഴ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ കുത്തിച്ചൊരിയുന്ന മഴ റബ്ബിൻ്റെ റഹ്മത്തുകളിൽ പെട്ടതാണ്. ആ മഴ കിട്ടുമ്പോൾ അള്ളാഹുവിനോട് നന്ദി പറയണം. ആ മഴ അധികമാകുമ്പോൾ അള്ളാഹുവിനോട് അതിൽ നിന്ന് രക്ഷ ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ദുരിതമായവരെ സഹായിക്കണം. അവരെ കണ്ടില്ല എന്ന് നടിച്ച് ജീവിക്കരുത്. ഇതൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മഴ ഒരു മദ്രസയായി മാറണം. ആകാശം ഒരു അധ്യാപകനാകണം. മേഘം ഒരു പാഠപുസ്തകമാകണം. ആ ആകാശത്തുനിന്ന് തുള്ളിയായി വീഴുന്ന ഓരോ മഴത്തുള്ളികളും ഒരായത്തായി, ഓരോ ദൃഷ്ടാന്തങ്ങളായി നമ്മുടെ ജീവിതത്തിൽ മാറണം. ദുനിയാവ് മുഴുവനും നമ്മൾ ഒരു വിദ്യാർത്ഥിയായി ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനെ കാണാനും റബ്ബിനെ മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളെ കൃത്യമായി പഠിക്കാനും റബ്ബിൻ്റെ ഖുദ്റത്തുകളെ തിരിച്ചറിയുവാനും വിശ്വാസികൾക്ക് സാധിക്കണം. ഓരോ മഴയും ഒരു വീട്ടിന് ആശ്വാസമായിരിക്കും, മറ്റൊരു വീട്ടിന് പ്രയാസമായിരിക്കും. ഒരു കർഷകന് ആശ്വാസമായിരിക്കും, മറ്റൊരു കർഷകന് അവൻ്റെ കൃഷി മണ്ണിനടിയിലേക്ക് പോയ പ്രയാസകരമായിരിക്കും. ഒരു വീട്ടിൽ ഒരുപക്ഷെ കിണറുകളിൽ വെള്ളമില്ലാത്ത വീട്ടുകളിൽ അവർക്ക് ആശ്വാസമായ കുടിനീരായിരിക്കും ആ മഴ. പക്ഷേ ചില വീടുകളിൽ കിണറുകൾ പോലും വെള്ളത്തിൻ്റെ മുകളിലേക്ക് ആയിപ്പോയ, മണ്ണിനടിയിലേക്ക് പോയ സാഹചര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് മഴ അത് റബ്ബിൻ്റെ കാരുണ്യമാണ്, മഴ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പാണ് എന്ന തിരിച്ചറിവ്, മഴ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ
വാല ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ കുറേ ഖുത്ബകളിലായി വിശദീകരിച്ചതാണ് അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിന്നാസ്. ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവനാണ് എന്നാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നമ്മുടെ പരിസരങ്ങളിൽ നമ്മളിൽ പലരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ അവരെ സഹായിക്കേണ്ടത് നമ്മളുടെയൊക്കെ സാമൂഹികമായ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നോക്കൂ, നിങ്ങൾ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഹിജ്റ 18 ഏകദേശം 9 മാസക്കാലം നീണ്ടുനിന്ന ഒരു വരൾച്ച, ഹിജാസിലെ ഒരു വറുതി കാലം നമുക്ക് കാണാൻ കഴിയും. കഠിനമായ വരൾച്ചയായിരുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇറച്ചിയും അതുപോലെ നെയ്യുമെല്ലാം മാറ്റിവെച്ച്, ചരിത്രം അതിൻ്റെ തീക്ഷ്ണത മനസ്സിലാക്കി തരുന്നത് ആ ഭരണാധികാരിയുടെ മുഖത്തിൻ്റെ നിറം പോലും ഭാവവ്യത്യാസം വരുമാറ് ജനങ്ങളുടെ ബുദ്ധിമുട്ട് സ്വന്തം വയറ്റിലേക്കും സ്വന്തം ജീവിതത്തിലേക്കും ക്ഷണിച്ചു വരുത്തിയ മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഭരണമാണ്. അതാണ് ഭരണം, അതാണ് ഈമാൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അത്തരം ഒരു സാഹചര്യത്തിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. തഷ്കീലു ഖില്യത്തുൽ അസിമ്മ, ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമിനെ രൂപീകരിച്ചുകൊണ്ട് ചെറുപ്പക്കാരെയൊക്കെ ഉൾപ്പെടുത്തി അവിടെ പാവപ്പെട്ടവരെ, ആ ബുദ്ധിമുട്ടുണ്ടാകുന്നവരെ സഹായിക്കുവാൻ വേണ്ടി പ്രത്യേകം ടീം രൂപീകരിച്ചുകൊണ്ട് സംഘത്തെ ഉണ്ടാക്കി ചുമതലകൾ വീതിച്ചു കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഈ സാഹചര്യങ്ങളിൽ അത് നമുക്കേറെ ഉപകാരമാണ്. എല്ലാ നിലക്കും ഇത്തരം പാവങ്ങളെ സഹായിക്കാൻ, പ്രയാസമുണ്ടാകുന്നവരെ സഹായിക്കാൻ ആ നിലക്കുള്ള കാര്യങ്ങൾ ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഇത്ആമുന്നാസ്, ലഭ്യമായ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുക. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാൾ ഭക്ഷണം കൂടുതലുണ്ടാക്കി അതിൻ്റെ പകുതി ആ ക്യാമ്പുകളിൽ കിടക്കുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ഒരു സമ്പ്രദായമാണ്. മറ്റൊന്നാണ് ഇംദാദു മിനൽ അഖാലീം എന്നാണ്. മറ്റു പ്രവിശ്യകളിൽ നിന്ന് സഹായങ്ങൾ തേടുക എന്നാണ്. മറ്റു ഗവർണർമാരിൽ നിന്നൊക്കെ സഹായം തേടുന്ന സമ്പ്രദായം അന്നുണ്ടാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് അത്തഅസ്സി ഫിൽ ഐഷ്, പങ്കുവെച്ച് ജീവിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മൾ കൊടുക്കുന്ന ഒരു ഭക്ഷണം അത് ഒരു ചെറിയ കാര്യമല്ല എന്ന് തിരിച്ചറിയണം. ഒരു കുടുംബത്തിന് ഭക്ഷണപ്പൊതി എത്തിച്ചാൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരു കുട്ടിക്ക് ഒരു കുടിവെള്ളം എത്തിച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല എന്ന് തിരിച്ചറിയണം. ക്യാമ്പിലുള്ളവർക്ക് ഒരു വയോധികൻ ഒരു മരുന്ന് എത്തിച്ചു കൊടുത്താൽ അതും ഒരു ചെറിയ കാര്യമല്ല. അവരെ ഏത് നിലക്ക് സഹായിച്ചാലും സുരക്ഷിതരായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചാൽ അതും അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ ഈ സമയത്ത് നമുക്കുണ്ടാകണം. എല്ലാ നിലക്കുള്ള സഹായവും നമ്മുടെ ഭാഗ്യത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ ദാറുദ് ദഖീഖ് എന്നാണ് അതിന് അറബിയിൽ പറയാം. മറ്റൊരു സമ്പ്രദായമാണ് ഭക്ഷ്യ സംരംഭണ കേന്ദ്രം. അത് പള്ളിയാകാം, മദ്രസയാകാം, സ്കൂളാകാം, പലയിടങ്ങളാകാം. ഭക്ഷ്യസാധനങ്ങൾ ഒരു സ്ഥലത്ത് സ്വരൂപിക്കുകയും അത്തരം ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുപോലെ തന്നെ അവിടുന്ന് തടഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, മൻഉൽ ഇഹ്തിഖാർ എന്നാണ് അറബിയിൽ പറയുക. പൂഴ്ത്തി വെച്ച് കച്ചവടം ചെയ്യുക. ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ സാധനങ്ങൾക്ക് വില കൂട്ടി വിൽക്കുന്ന ഒരു സമ്പ്രദായം ചില ആളുകൾക്കുണ്ട്. ഇതിനെ വിരോധിച്ചുകൊണ്ട് അവിടുന്ന് പ്രതിസന്ധി മുതലെടുത്ത് അത്തരം വില കയറ്റുന്നതിനെ തടയുകയും അതുപോലെ പുറത്തുനിന്ന് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരാനും അത് വിപണനം നടത്താനും ഒക്കെയുള്ള ഒരു സമ്പ്രദായം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് അന്ന് വരൾച്ചയിൽ സലാത്തുൽ ഇസ്തിസ്ഖാ നിർവഹിച്ചു എന്നുള്ളതാണ്. ആത്മാർത്ഥമായ പ്രാർത്ഥന. സഹോദരങ്ങളെ, എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും സമൂഹത്തെയും രക്ഷിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. എല്ലാ നിലക്കുമുള്ള സഹായം ഉണ്ടാകണം. സഹോദരങ്ങളെ, ഇന്ന് അതിൻ്റെ ഭാഗമായി KNMനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പ്രളയത്തിലും നിർവഹിച്ചതുപോലെ ഈ പ്രാവശ്യവും കേരളത്തിലും അതിന് പുറത്തും അസമിലൊക്കെ ഇതുപോലെ പ്രളയമുണ്ടായിട്ടുണ്ട്. പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. മലബാർ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് തെക്കം ജില്ലകളിൽ ഈരാറ്റുപേട്ട, അതുപോലെ നമ്മുടെ സമീപ പ്രദേശങ്ങൾ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, പല ജില്ലകളിലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവർക്കൊക്കെ സഹായം എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പിരിവ് എന്ന് പറയുന്നത്. എല്ലാവരും നമ്മുടെ ബക്കറ്റ് പിരിവ് അതിനു വേണ്ടിയാണ്. ആത്മാർത്ഥമായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞുകൊണ്ട് എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് സ്വതക്കകൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ടിരുന്ന പല സഹോദരങ്ങളും രോഗാവസ്ഥയിലാണ്. കഴിഞ്ഞ ആഴ്ച പോലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നൊരു സഹോദരൻ അദ്ദേഹം ഒരു ജോലിക്കിടയിൽ നട്ടലിന് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ
നട്ടലിന് പരിക്ക് പറ്റി വീട്ടിൽ കഴിയുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എല്ലാവരും ആത്മാർത്ഥമായ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ കുഴഞ്ഞു വീണ സഹോദരങ്ങളുണ്ട്. തമിഴ്നാട്ടിലുള്ള നമ്മുടെ ഒരു സഹോദരന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പല ആളുകളും പല നിലക്കുള്ള പ്രയാസങ്ങളാണ്. പ്രത്യേകിച്ച് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഈ മഴക്കാലത്ത് പല ജോലികളും ചെയ്യുമ്പോൾ അപകട സാധ്യതകൾ പ്രത്യേകം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, വെള്ളക്കെട്ടിൻ്റെ ഭാഗത്തേക്കൊക്കെ വിടാതിരിക്കുക. പല എഴുജന്തുക്കളും വിഷജീവികളും ഇത്തരം ഒഴുക്കിലൊക്കെപ്പെട്ട് വരുന്നതും അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എലിപ്പനിയൊക്കെ വർദ്ധിക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മഴക്കാലത്തുണ്ടാകുന്ന ഇത്തരം സാംക്രമിക രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു മുൻകരുതലും നമ്മളെല്ലാവരും എടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നാളെയും മറ്റന്നാളും ഇൻഷാ അല്ലാഹ് മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അള്ളാഹു നമ്മളുടെ എല്ലാവിധ സഹായങ്ങളും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാവർക്കും നിർഭയത്വം നൽകുമാറാകട്ടെ. വിശപ്പിനുള്ള ഭക്ഷണം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ യുദ്ധഭീഷണിയിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹുവെ, അവർക്കെല്ലാവർക്കും നിർഭയത്വവും വിശപ്പിനുള്ള ഭക്ഷണവും സ്ഥൈര്യവും അള്ളാഹുവെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഉ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.